ഇന്ന് പകൽക്കാലം ഇവിടെയുള്ള പ്രിയപ്പെട്ടവരോട് ചേർന്ന്, പ്രത്യേകിച്ച് ഞാൻ വളരെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജു ചെറിയാൻ അവറുകൾ, അദ്ദേഹത്തിൻ്റെ കുടുംബം, അതുപോലെ ഇവിടെ പ്രിയ ജിബിൻ, ഷലോമി എൻ്റെ മകൻ്റെ കൂടെ കാരുണ്യയിൽ മാത്രമല്ല, they were in Saudi Arabia from nursery to they were together. അവരൊരുമിച്ച് നഴ്സറി മുതൽ പഠിച്ച കുഞ്ഞുങ്ങളാണ്. അത് കഴിഞ്ഞ് കോയമ്പത്തൂരിൽ കാരുണ്യമായി പഠിക്കാൻ ചെന്നപ്പോൾ അവർ തമ്മിൽ കണ്ടെങ്കിലും അവർക്ക് തമ്മിൽ മനസ്സിലായില്ല. കാരണം അപ്പോഴത്തെ ആളുകളൊക്കെ വലിയ പിള്ളേരായി. അങ്ങനെ ആ കുഞ്ഞുങ്ങളോടും പിന്നെ ഇവിടെ പരിചയമുള്ള മുഖങ്ങളുണ്ട്. എല്ലാവരോടും ചേർന്ന് ദൈവസന്നിധിയിൽ എനിക്ക് ഇങ്ങനെ സന്തോഷിപ്പാൻ, ആരാധിപ്പാൻ ദൈവം ഇടയാക്കി. പ്രിയ ബ്രദർ, കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ പേരെന്തോ ബ്രദറെ? ജോയ് ബ്രദർ, കൊച്ചുമോൻ. ഓക്കെ, ജോയ് ബ്രദർ കണ്ടപ്പോൾ തന്നെ എന്നെ തിരിച്ചറിഞ്ഞു. അങ്ങനെ കഴിഞ്ഞ 5 വർഷത്തിന് മുൻപ് ഞാനിവിടെ കടന്നു വരുവാനും ഇവിടെ പ്രിയപ്പെട്ടവരുമായി കൂട്ടായ്മ ആചരിപ്പാനും ദൈവം എനിക്ക് കൃപ ചെയ്തു. വീണ്ടും ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരവസരം തന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം പറഞ്ഞ സ്റ്റോറിയൊക്കെ വളരെ കറക്റ്റാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം വന്നപ്പോൾ ആ കൂട്ടർ എന്നെ വിളിച്ചില്ല, റെസ്പോണ്ട് ചെയ്തില്ല, വിളിച്ചില്ല. അതിലെനിക്ക് സങ്കടമില്ല, സന്തോഷമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ അത് ഉണ്ടാകും സ്വാഭാവികമായി. യേശു ക്രിസ്തുവിന് എതിരായിട്ട് എത്രയോ പേര് എഴുന്നേറ്റു. പക്ഷേ യേശു ഇന്നും ജീവിക്കുന്നു, യേശു ഇന്നും നിലനിൽക്കുന്നു. കർത്താവ് കണ്ടവരെ ആർക്കും നശിപ്പിച്ച് കളയുവാൻ കഴിയുകയില്ല. ഞാൻ കർത്താവിൻ്റെ ദാസനോട് ചോദിക്കുകയായിരുന്നു, അന്ന് ഞാൻ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കൂട്ടായ്മയേ ഉള്ളൂ അല്ലേ? ഇന്ന് എത്ര ഉണ്ടെന്ന് പറഞ്ഞ് 12 കൂടിവരവുകൾ ഈ UK പോലെ വിഭിന്ന പ്രദേശങ്ങളിൽ തന്നെ കൊണ്ട് കർത്താവ് നടത്തിക്കുന്നത് ഓർത്ത് നമുക്ക് കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ! ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശക്തിയോടെ വീണ്ടും ദൈവദാസനെ കർത്താവ് കരങ്ങളിൽ എടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അവരെ അനുഗ്രഹിക്കട്ടെ. ഇനിയും ഉള്ള കൺവെൻഷനുകളിൽ കർത്താവിൻ്റെ ദാസനെ പ്രാസംഗികനായിട്ട് വിളിപ്പാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അതുകൂടെ പറയാനാണ് ഞാൻ ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുക, മധ്യപ്രദേശിനെ ഓർത്ത് പ്രാർത്ഥിക്കുക, അവിടുത്തെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദീർഘവർഷക്കാലം ഇവിടുത്തെ സ്റ്റേറ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് ഞാൻ സേവനം അനുഷ്ഠിച്ചു. ഇപ്പോൾ 2 ടേമായിട്ട് വൈസ് പ്രസിഡൻ്റായിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ്. അവിടുത്തെ പ്രസിഡന്റ് പാസ്റ്റർ റവറൻഡ് ഡോക്ടർ സണ്ണി ഫിലിപ്പ് അവറുകളാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹവന്ദനം ഈ സമയത്ത് നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു. അവിടെ ഏതാണ്ട് 750-ലധികം 740ഓളം കൂടിവരവുകൾ ഇപ്പോഴവിടെ ഉണ്ട്. മിക്കവാറും തദ്ദേശീയരായ ആളുകളുടെ ഇടയിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പ്രതികൂലങ്ങൾ അനവധിയുണ്ട്. എന്നാൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന, ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പേഴ്സണലായിട്ട് നിങ്ങൾ എന്നോട് വന്ന് ചോദിച്ചാൽ ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ എനിക്ക് സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ ഭോപ്പാലിലുള്ള സെനൻ സൈമൺ ഈസ് ആൾസോ ഹിയർ. മലയാളം അദ്ദേഹത്തിന് മനസ്സിലാകില്ല. ഈസ് ടോട്ടലി ഫ്രം ഡിഫറെൻറ്റ് കൾച്ചർ, ഡിഫറെൻറ്റ് അതിലാണ് വളർന്നു വന്നത്. ഹിന്ദി मैं बीच में थोड़ा सा हिंदी आपके लिए बोलूँगा, ठीक है? तो हिंदी जानने वाले, हिंदी मालूम कितने लोगों को हिंदी हिंदी वाले बहुत है इधर, इसका मतलब ओके। चलो हिंदी में भी थोड़ा सा बताने की कोशिश करूँगा मैं. आप लोग मेरे साथ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ എനിക്ക് തന്ന സമയത്തിൻ്റെ അകത്ത് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ചെറിയ വേദവാക്യം വായിച്ച് നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. അതിനായിട്ട് യോഹന്നാൻ എഴുതിയ വെളിപ്പാട്
പുസ്തകം അഥവാ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സസ് 6 നമുക്കെടുത്ത് വായിക്കാം. ആമേൻ. ആമേൻ, ആമേൻ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരും ആക്കിയിരിക്കുന്നവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ, ആമേൻ. എല്ലാവർക്കും കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ വായിച്ച വേദവാക്യം സുപരിചിതമായ ഒരു വേദവാക്യമാണ്. നമ്മെ സ്നേഹിച്ചു, നമ്മുടെ പാപം പോക്കി തൻ്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് നമ്മെ പിതാവായ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചിരിക്കുന്നു. ഇറ്റ്സ് എ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, അല്ലേ? വെച്ചിരിക്കുന്നു. നമുക്ക് എത്ര പേർക്ക് സന്തോഷമുണ്ട് ആ കാര്യം ഓർക്കുമ്പോൾ? ഹല്ലേലൂയ. ആർക്കും നമ്മളെ വേണ്ട എങ്കിലും, ആർക്കും നമ്മളെ വലിയ ബഹുമാനമോ സ്നേഹമോ ഇല്ല എങ്കിലും, നമ്മുടെ പിതാവായ ദൈവം നമ്മെ വെച്ചിരിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്. ഹല്ലേലൂയ. ആ പോസ്റ്റും പൊസിഷനും ഓർത്ത് നമുക്ക് സന്തോഷിപ്പാൻ കഴിയുന്നവർ മാത്രം കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇവിടെ രാജ്യവും പുരോഹിതന്മാരും എന്ന് എഴുതിയിരിക്കുന്നുവെങ്കിലും ഇംഗ്ലീഷിൽ വായിക്കുന്നത് ദ കിങ്സ് ആൻഡ് പ്രീസ്റ്റ് എന്നാണ്. രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി ദൈവം നമ്മെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആരായിട്ടാണ്? പിതാവായ ദൈവം എന്നെ ആരാക്കി വെച്ചിരിക്കുകയാണ് ഈ ഭൂമിയിൽ. ഞാൻ വെറും നിസ്സാരക്കാരനല്ല. ഞാൻ പിതാവിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ രാജാവാണ്, ഞാൻ പുരോഹിതനാണ്. എന്നെ അങ്ങനെ ഈ ഭൂമിയിൽ ദൈവമാക്കി വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നാം പലപ്പോഴും ദൈവമക്കൾ എന്നുള്ള പദവി നമുക്കുണ്ട്. നാം ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ ചിൽഡ്രൻ. വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഹം പരമേശ്വർ കെ സന്താൻ. ആ പദവി നമുക്കുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവൻ ആരാണ്? രാജാതി രാജാവാണ്. പ്രഭുവോങ്ക പ്രഭു ഹേ, രാജാവോങ്ക രാജാ ഹേ. രാജാക്കന്മാരുടെ രാജാവ്, പ്രഭുക്കന്മാരുടെ പ്രഭു. ഹല്ലേലൂയ. നാം ആ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്കും അതേ പദവി സ്വർഗത്തിലെ പിതാവായ ദൈവം ഈ ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ റോമാലേഖനം അതിൻ്റെ 5-ാം അധ്യായം 8-ാമത്തെ വാക്യം എടുത്ത് വായിക്കുമ്പോൾ പറയുന്നു, നാമോ പാപികളായിരിക്കുമ്പോൾ തന്നെ പിതാവ് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി മരിപ്പാനായി ഏൽപ്പിച്ചു കൊടുത്തത് നമ്മോടുള്ള സ്നേഹമായിരുന്നു. പിതാവിൻ്റെ സ്നേഹം. നീതിമാന് വേണ്ടി പലരും മരിക്കും, എന്നാൽ അഭക്തർക്കും പാപികൾക്കും വേണ്ടി ഹല്ലേലൂയ മരിപ്പാൻ കടന്നു വന്ന തൻ്റെ അരുമപുത്രനെ നമുക്ക് വേണ്ടി അയച്ച ആ കർത്താവ്, ഹല്ലേലൂയ, പിതാവിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നാമ യോഗ്യരായതുകൊണ്ടല്ല. നമ്മുടെ ദൂതന്മാർ പാപം ചെയ്തു, അല്ലേ? ദൂതന്മാർ പാപം ചെയ്തു. അവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഒരു പദ്ധതിയും പിതാവ് ഒരുക്കിയില്ല. എന്നാൽ ഏദൻ പർദീസയിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആ മനുഷ്യൻ ദൈവ കൽപ്പനകളെ വിട്ട് പാപത്തിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് തന്നെ അവൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഒരു പദ്ധതി സ്വർഗത്തിലെ പിതാവായ ദൈവം ഒരുക്കി. സ്ത്രീയുടെ സന്തതി ഈ സർപ്പത്തിൻ്റെ തലയെ തകർക്കും. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതി അന്തുതന്റെ പിതാവ് തയ്യാറാക്കിയല്ലോ. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ പർദീസയുടെ അനുഭവം നമുക്ക് വീണ്ടും തിരികെ തരുവാൻ, നഷ്ടപ്പെട്ടു പോയ നിത്യജീവനെ നമുക്ക് തിരികെ തരുവാൻ നമ്മുടെ പിതാവായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുക മാത്രമല്ല, കാൽവരി ക്രൂശിൽ തൻ്റെ അവസാന തുള്ളി രക്തം വരെയും നമ്മുടെ പാപത്തിന് പരിഹാരമായി ഒഴുക്കി
ആരെങ്കിലും ആ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവനൊരു വിടുതൽ, അവനൊരു രക്ഷ, അവനൊരു നിത്യജീവൻ നമ്മുടെ പിതാവ് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രക്ഷ സൗജന്യമാ, അതിനാരും കാശ് കൊടുക്കേണ്ട കാര്യമില്ല. യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ മരിച്ചു. അവൻ്റെ അവസാന തുള്ളി രക്തം വരെയും ആ കാൽവരി ക്രൂശിൽ ഒഴുക്കിയത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണെന്ന് ആരെങ്കിലും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ആ യേശുവിനെ വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ കർത്താവിൻ രക്ഷിതാവുമായി ഏറ്റുപറഞ്ഞാൽ നീ നിശ്ചയമായും രക്ഷിക്കപ്പെടും, നീ രക്ഷപ്പെടും എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഡെലിവറൻസ്, രക്ഷ, അത് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ ഒരു 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 വലിയ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നില്ല. ദ ഡെലിവറൻസ് ഫ്രം ലിറ്ററലി ഫ്രം എ ബേണിംഗ് ഹെൽ. നിത്യ തീപ്പൊയ്കയിൽ നിന്നാണ് നമുക്ക് രക്ഷ കിട്ടിയിരിക്കുന്നത്. എന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, നമുക്കിതിന് അവകാശമോ അർഹതയോ ഇല്ലായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിലൂടെ ആ നിത്യമായ നരകത്തിൽ നിന്ന് നമുക്കൊരു വീണ്ടെടുപ്പ്, ഒരു രക്ഷ പിതാവ് ദൈവം ഒരുക്കിയതോർത്ത് കരമുയർത്തുന്ന സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോഴ് യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക്, അടുത്ത് പറഞ്ഞാട്ടെ അറിയാവുന്നവര്, എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നത്, എത്ര വലിയ സ്നേഹം. ഓ, യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് ഒരു ചെറിയ നിസാരപ്പെട്ട കാര്യമല്ല, എത്ര വലിയ സ്നേഹമാണ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര വലിയ സ്നേഹം. അങ്ങനെ തന്നെ ആയിരിക്കുന്നു നാം. അവിടെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. നാം അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെ ആയിരിക്കുന്നുവോ? യെസ്, വി ഹാവ് ടു എവറി ഡേ നമ്മളത് ചിന്തിക്കണം. ഞാൻ അങ്ങനെ തന്നെയാണോ? എൻ്റെ പിതാവായ ദൈവം പുത്രനിലൂടെ എന്നെ സ്നേഹിച്ച ആ സ്നേഹത്തിൽ ഒരു വീണ്ടെടുപ്പ് എനിക്ക് ലഭിച്ചു. ഞാൻ ദൈവമകനാണ്, ഞാൻ ദൈവമകളാണ്. അങ്ങനെ തന്നെ ആയിരിക്കുന്നുവോ ഞാൻ? നാം ഈ ലോകത്തിൽ ജീവിക്കുന്ന അവസാനത്തെ ശ്വാസം വരെയും നാം അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് പിതാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഭാഗത്തേക്ക് മുന്നോട്ട് കടന്നു വരികയാണ്. പിതാവ് നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. നാം പിതാവിനെ സ്നേഹിക്കുന്നുണ്ടോ? നാം യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഈ വെളിപ്പാട് പുസ്തകവും ലേഖനങ്ങളും സുവിശേഷവും എഴുതിയ യോഹന്നാന്റെ സുവിശേഷത്തിൽ താൻ ഇങ്ങനെ പറയുന്നുണ്ട്, യേശു അധികം സ്നേഹിച്ച ശിഷ്യൻ. തന്നെ കുറിച്ച് പറയുന്നത് എന്താണ്? യേശു അധികം സ്നേഹിച്ച ശിഷ്യൻ. തന്നെ കുറിച്ച് പറയാം, പേരെടുക്കാതെ തന്നെ പറയുകയാണ്, യേശു അധികം സ്നേഹിച്ച. ലാസ്റ്റ് സപ്പറിൽ താന് കർത്താവിൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുകയാണെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താ യോഹന്നാനെ ഈ 11 പേരെക്കാട്ടിൽ അധികമായിട്ട് യേശു നിന്നെ സ്നേഹിച്ചു എന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? ഒരിക്കൽ ഒരു അമ്മയോട്, ഒരു അമ്മയ്ക്ക് 3 മക്കളുണ്ടായിരുന്നു. മൂത്തതൊരു പെൺകുഞ്ഞ്, രണ്ടാമത്തെ ഒരു ആൺകുഞ്ഞ്, അടുത്തതൊരു പെൺകുഞ്ഞ്. ഈ ഇടയ്ക്കലത്തെ ഈ മകനോട് ചോദിച്ചു, നിന്റെ അമ്മ നിങ്ങളുടെ 3 പേരിൽ ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്? അപ്പോൾ ആ മകൻ പറഞ്ഞു, ഞാൻ ഇടയ്ക്കലത്തെ ആളാ, ഞാൻ 2 പെൺപിള്ളേരായിരിക്കും, ഒരാണാ അമ്മയ്ക്കുള്ളത്, അതുകൊണ്ട് അമ്മ എന്നെയാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞു.
മൂത്ത മകളോട് ചോദിച്ചു, അമ്മ നിങ്ങളുടെ 3 പേരിൽ ആരെയാ സ്നേഹിക്കുന്നത്? അന്നേരം ആ മൂത്ത മകൾ പറഞ്ഞു, ഇല്ല, ഞാൻ ഫസ്റ്റ് ബോൺ ആണ്, അതുകൊണ്ട് എന്നെയാണ് അമ്മ കൂടുതൽ സ്നേഹിക്കുന്നത്. അപ്പൊ ഇളയ കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ലില്ല, ഞാനാണ് ഏറ്റവും ഇളയത്, അതുകൊണ്ട് മറ്റു 2 പേരെക്കാട്ടിലും കൂടുതൽ അമ്മ എന്നെയാണ് സ്നേഹിക്കുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണമെന്നറിയാമോ? ഈ കുഞ്ഞുങ്ങൾക്ക് 3 പേർക്കും അമ്മയോട് അതുപോലെ സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം കർത്താവിനെ അത്രമാത്രം സ്നേഹിക്കുന്നുവെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, അതെ, അവർ ഈ ഇരിക്കുന്ന എല്ലാവരെക്കാട്ടിലും അധികം യേശു എന്നെയാണ് സ്നേഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നെ ആണ് കർത്താവ് സ്നേഹിക്കുന്നത്. നമുക്ക് കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ ആഴം കൂടുമ്പോൾ, അടുപ്പം കൂടുമ്പോൾ, നാം കർത്താവുമായിട്ടുള്ള ആഴമേറിയ ആ ആത്മീയ ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു അനുഭവമാണ്, അവൻ എന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. നമുക്ക് ആ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലണം. സ്നേഹിക്കുന്നു എന്ന് എങ്ങനെയാ മനസ്സിലാക്കുന്നത്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 2, 3, 5, 6 വാക്യങ്ങളൊക്കെ എടുത്ത് വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുളിൽ നടക്കുകയും ചെയ്താൽ നിങ്ങൾ ഭോഷ്ക് പറയുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ദൈവപൈതലേ, വാസ്തവമായും നമുക്ക് ദൈവവുമായിട്ട് കൂട്ടായ്മ, അതിൻ്റെ ആ 1-ാം അധ്യായം ഒന്ന് എടുത്ത് വായിക്കണമേ. യോഹന്നാന്റെ ലേഖനം, 1-ാമത്തെ ലേഖനം, 1-ാം അധ്യായം അതിൻ്റെ അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഫെലോഷിപ്പ് ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം നമ്മിലില്ല. നമ്മൾ ദൈവമക്കളാണോ? സത്യം നമ്മിലില്ല. നാം ഈ പ്രദേശത്ത് വന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഉത്തമഗീതത്തില് ശൂനേമി പറയുന്ന ഒരു കാര്യമുണ്ട്. ലാസ്റ്റ് ഭാഗത്താ, എൻ്റെ പ്രിയ, ഞാൻ നിനക്കായി പഴയതും പുതിയതുമൊക്കെ സംഗ്രഹിച്ചു വച്ചിരിക്കുന്നു. എൻ്റെ പ്രിയൻ എൻ്റെ തോട്ടത്തിൽ വന്ന് വിശിഷ്ട ഫലം ഭുജിക്കട്ടെ. അപ്പൊ നമ്മൾ കർത്താവിന് വേണ്ടി ശ്രേഷ്ഠമേറിയത് കൊടുപ്പാൻ, എന്നിട്ട് സ്വോത്ര കാഴ്ചയുടെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. കർത്താവിന് വേണ്ടത് നമ്മളെ തന്നെയാ. കർത്താവിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയത് എന്താണ്? അവൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി സ്വന്തമാക്കിയ ഞാനും നിങ്ങളുമാണ് കർത്താവിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ഇതിനപ്പുറം ഒന്നും നമുക്ക് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. സ്നേഹമുള്ളവർ എന്തു കൊടുത്താലും വാങ്ങും, അല്ലേ? അതിന്റെ വിലയല്ല പ്രശ്നം, അവർ തമ്മിലുള്ള ആഴമേറിയ ആ സ്നേഹബന്ധമാണ്. ആ സ്നേഹബന്ധത്തിൽ ഒരുപക്ഷെ അത് ഏറ്റവും മോശമായതോ അല്ലെങ്കിൽ വില കുറഞ്ഞതോ ഒരു സമ്മാനമാണ് കൊടുത്തതെങ്കിലും ആ സ്നേഹത്തിന്റെ മുൻപിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ അത് സ്വീകരിക്കുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പിതാവായ ദൈവത്തിന്റെ മുൻപിൽ നാം അവനെത്ര വിലയേറിയവരും മാന്യരുമാണ്. ഞാനാണ് അവന്റെ വിലയേറിയത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനോട് അത് ഏറ്റവും അടുത്ത കൂട്ടായ്മ ബന്ധം, അതായത് ഇരുളിൽ നടക്കുകയും കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ചെയ്താൽ ഞാൻ എന്താ പറയുന്നു? ഭോഷ്ക പറയുന്നത്, കള്ളം പറയുക, സത്യം അവനിലില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ പരദേശ പ്രയാണത്തിൽ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കള് ആരുമായിട്ട് ബന്ധപ്പെട്ടാണ് എപ്പോഴും നടക്കേണ്ടത്? യേശു ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം.
പ്രൈസലോ. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞങ്ങളുടെ സുവിശേഷം നിമിത്തം നിങ്ങളെ ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുകയാ, വേറെ ഒരു കൂട്ടായ്മയിലേക്കുമല്ല. നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മെ വീണ്ടെടുത്ത കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ തന്നെ ആകുന്നു നാം, അങ്ങനെ തന്നെ ആയിരിക്കണം നാം. അതെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മെ വഴിതെറ്റിക്കുവാൻ, നമ്മുടെ ശ്രദ്ധ മാറ്റിക്കളയുവാൻ, ആ സ്വർഗീയമായ ആ കൂട്ടായ്മയുടെ ബന്ധത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഏതെങ്കിലും വ്യക്തികൾ, ഏതെങ്കിലും ശക്തികൾ നമുക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ നാം നമ്മെ തന്നെ പറയണം, ഇല്ല, എൻ്റെ കൂട്ടായ്മ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടാണ് എൻ്റെ കൂട്ടായ്മ, അതിനായിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ അടുത്ത ഭാഗത്തേക്ക് കടന്നു വരികയാണ്. നമുക്ക് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 16-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരാം. 16-ാം അധ്യായത്തില് യേശു ക്രിസ്തു പറയുന്ന ഒരു വേദവാക്യം, ഒരു വാക്യമുണ്ട്, ഒരു ഭാഗമുണ്ട്. അത് പത്രോസിനോട് പറയുന്ന ഒരു ഭാഗമാണ്. യേശു അതിൻ്റെ 13-ാം വാക്യം, ഫിലിപ്പീനിലെ കൈസരിയുടെ പ്രദേശത്തെത്തി ജനം മനുഷ്യപുത്രനെ കുറിച്ച് ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകൻ, ചിലർ പറയുന്നു മരിച്ചവരിൽ നിന്ന് ഉയർത്ത ഏതോ ഒരു പ്രവാചകൻ, അങ്ങനെ പല രീതിയിൽ പറഞ്ഞു. ആളുകൾ അങ്ങനെ പലതും പറഞ്ഞു. എന്നാൽ കർത്താവിന് അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്നെക്കുറിച്ച് നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു? നമുക്ക് കർത്താവുമായിട്ടുള്ള ബന്ധം, നാം കർത്താവിനെ കുറിച്ച് എന്താ പറയുന്നത്, അതാണ് കർത്താവ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ലോകമെന്തും പറയട്ടെ. മഹാത്മാഗാന്ധി ഒരുപക്ഷെ നല്ല ഗുരു എന്ന് പറയും യേശുവിനെ കുറിച്ച്. അദ്ദേഹത്തിന് പഹാടി ഉപദേശം അഥവാ എന്താ പറയുന്നത് മലയാളത്തിൽ, ഗിരിപ്രഭാഷണം വളരെ സന്തോഷമുള്ള കാര്യമാണ്. അവിടെ ഒന്നാണ് അഹിംസയും ഒക്കെ അദ്ദേഹം എടുത്ത് ഇന്ത്യയുടെ സത്യാഗ്രഹത്തിന് വേണ്ടി അതേ മുന്നോട്ട്, വളരെ നല്ലൊരു ഗുരുവാ. പക്ഷേ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങളും കർത്താവിനെ കുറിച്ച് എന്താ പറയുന്നതാ? ഹല്ലേലൂയ. അപ്പോ പത്രോസ് എടുത്തു ചാടി ഒരു വെളിപ്പാടങ്ങ് പറഞ്ഞു, നീയോ അത്യുന്നതനായ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അത്രേ. ഹല്ലേലൂയ. ഈ വെളിപ്പാട് പലർക്കും കിട്ടിയിട്ടില്ല. ദൈവവൈതലേ, വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലേ, രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഓരോ പ്രീഷ്യസ് സമ്പത്തായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ആ ഉറപ്പുണ്ടായിരിക്കണം, അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവത്രേ. ആമേൻ. ഹല്ലേലൂയ. യേശു ഉടനെ പത്രോസിനെ നോക്കി ഇങ്ങനെ പറഞ്ഞ, ബറയോനായ ശിമോനെ, നീ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. അപ്പൻ്റെ പേര് കൂട്ടിയാ വിളിച്ചത്. കർത്താവിന് നമ്മുടെ അപ്പൻ്റെ പേരും വല്യപ്പൻ്റെ പേരും ഒക്കെ അറിയാവുന്നേ. തമ്പുരാൻ അറിയാൻ വയ്യാത്ത എന്താ? ശൗല് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവിനെ കണ്ടുമുട്ടി, കണ്ണ് കാണാൻ വയ്യാത്തവനായി ഒരു വീട്ടിൽ പോയി ഇരിക്കുക. ഭാഗ്യത്തിന് ആ വീതിയുടെ പേര് നേർവീഥി എന്നാ. കർത്താവിനെ കണ്ടുമുട്ടിയാൽ പിന്നെ ശരിക്കുള്ള വീതിയിലേ നടക്കും, നേർവീഥിയിലേ നടക്കും. അവിടെ ചെന്നിരുന്ന് താന് പറയുന്ന, അവിടെ അനന്യാസ് എന്ന് പറഞ്ഞ ഒരു ദൈവദാസനുണ്ട്. അനന്യാസിന് യേശു ക്രിസ്തു പ്രത്യക്ഷനായിട്ട് പറയുക, നീ വേഗം ആരുടെ വീട്ടിലേക്ക് ചെല്ലാനാ പറഞ്ഞത്? വല്ലതും അറിയാവോ? എന്തോ? ഗമാലിയേലിന്റെ അടുത്തോട്ട് ചെല്ലാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തികളാ. എന്ന് വായിച്ചാട്ടെ, എടുത്തവരൊന്ന് വായിച്ചാട്ടെ. ആരുടെ വീട്ടിലായിരിക്കുന്നേ? ഗമാലിയേലിന്റെ വീട്ടിലല്ല, ഇത് വേറെ യൂദായാകട്ടോ. അവിടെ തർശോസുകാരനായ ശൗൽ എന്ന് പേരുള്ള ഒരുത്തൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പ്രാർത്ഥിക്കുന്നു.
നോക്കിയാട്ടെ, ശൗലിനറിഞ്ഞുകൂടാ ശൗല് പ്രാർത്ഥിക്കുന്നത് കർത്താവിനറിയാമെന്ന്. നമ്മളൊക്കെ പലതും ചെയ്തു കൂട്ടുന്നത് ആരും അറിയുന്നില്ലെന്നാ പലരും വിചാരിച്ചു വച്ചിരിക്കുന്നതാ. ഹല്ലേലൂയാ. ദൈവമൈതലേ, കണ്ണു കാണാത്തവനായി ആ ഭവനത്തിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവനെ സ്വർഗത്തിലെ ദൈവം കണ്ടു. നമ്മുടെ കർത്താവ് കണ്ടിട്ട് വേറൊരു ദൈവദാസന്റെ അടുക്കൽ ചെന്ന് പറയുക, ഒരുത്തൻ അവിടെ ഇരുന്നിട്ട് അതെ പ്രാർത്ഥിക്കുന്നു, നീ ചെന്നവന്റെ മേൽ കൈവെക്ക്, അവൻ കാഴ്ച പ്രാപിക്കേണ്ടതിന്. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കലും ഒരു ദൈവദാസൻ ഒരു ചെറിയ പ്രാർത്ഥനാ കൂട്ടമാ, ചെറിയൊരു കൂട്ടം, ഒരു 10-15 പേരെ കാണൂ. താൻ ആത്മാവിൽ ഇങ്ങനെ ശുശ്രൂഷിച്ച് ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്കുന്ന ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരു ദുഷ്ടാത്മാവ് പുറപ്പെട്ടു. അത് മുടിയൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ ആടാൻ തുടങ്ങി. ആ ദൈവദാസൻ അപ്പോഴത്തെ ഇതുവരെ മിണ്ടാതെ സ്വോത്രം സ്വോത്രം പോലും പറയാതിരുന്നവരൊക്കെ പിന്നെ ഹല്ലേലൂയ പറയാൻ തുടങ്ങി. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ ദുരാത്മാവ് ബാധിച്ച ഈ സ്ത്രീയിലൂടെ ആ പിഷ്ടശക്തി പറയുകയാണ്, നിങ്ങൾ എന്നെ ഈ ഭാരമേറിയ കല്ലുകൊണ്ട് എന്തിനാ നിങ്ങൾ എന്നെ എറിയുന്നത്? എന്നിട്ട് പറഞ്ഞു, ഈ തീക്കല്ലുകൊണ്ട് എന്നെ എറിയുന്നത് എന്താ? അപ്പോൾ കർത്താവിന്റെ ദാസൻ ചോദിച്ചു, എങ്ങനെയാണ്, ഏത് തീക്കല്ലുകൊണ്ടാ ഞങ്ങൾ നിന്നെ എറിയുന്നത്? നിങ്ങൾ ഈ പറയുന്ന സ്തോത്രം, നിങ്ങൾ ഈ പറയുന്ന ഹല്ലേലൂയ, നിങ്ങൾ ഈ പറയുന്ന അന്യഭാഷ, അത് തീക്കല്ലായിട്ട് എൻ്റെ ദേഹത്തേക്ക് വന്ന് പതിയുകയാണ്. ദൈവവേദന ഈ ദിവസങ്ങളിൽ മിണ്ടാതിരിക്കരുത്. ദൈവസന്നിധിയിൽ കടന്നു വന്നാൽ നാം ദൈവത്തെ ഉച്ചത്തിൽ ആരാധിച്ചു കൊള്ളണം. ഹല്ലേലൂയ, സ്തോത്രത്താൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളണം. അന്യഭാഷയിൽ നിറഞ്ഞവർ അന്യഭാഷയിൽ ആരാധിച്ചു കൊള്ളണം. ഹല്ലേലൂയ. ഈ പൈശാചിക സാന്നിധ്യം, യേശു 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവ് നടത്തി. യേശുവിൻ്റെ അടുക്കൽ ആര് ചെന്നു? പിശാചി ചെന്നു. ദൈവാലയത്തിൽ യേശു ശുശ്രൂഷിക്കാൻ ചെന്നപ്പോൾ അവിടെയും അശുദ്ധാത്മാവ് ബാധിച്ച ആളുകളുണ്ടായിരുന്നു, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഈ ഇവിടെ ഇപ്പൊ എത്ര പേര് ഇരിപ്പമുണ്ടോ? ഇതിനിടയ്ക്കും ഈ പുള്ളിയൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ പുള്ളി ഇപ്പൊ പോയി ഇരിക്കുന്ന എവിടാന്നറിയോ? ഇവിടെ എന്തോ വലിയ ഇരിക്കത്തില്ല. കാരണം ഇവിടെ തകർത്ത് പിടിച്ച് നല്ല ആരാധന നടക്കുക. ചിലരൊക്കെ അവിടെ ഇവിടെയൊക്കെ മൗനമായി ഇങ്ങനെ ഇരിപ്പുണ്ട്. അവരുടെ അടുത്ത് മറ്റേ പുള്ളി ഇരിപ്പുണ്ട്. കാരണം ഏറ് കിട്ടത്തില്ലല്ലോ, സ്വോത്രവും ഇല്ലല്ലോ, സ്വോത്രവും ഇല്ല, ഹല്ലേലൂയയും ഇല്ല. അപ്പൊ പിന്നെ സ്വസ്ഥമായിട്ട് ഇവിടെ കുറെ നേരം ഇരിക്കാമെന്ന് പറഞ്ഞ് അവിടെ പോയി ഇരുന്നിട്ടുണ്ട്. വലിയ തമാശ പറഞ്ഞതിൽ ഇത് നടന്ന കാര്യമാണ്. ഞാൻ കഥയല്ല പറഞ്ഞത്, ഞാനിപ്പോൾ പറഞ്ഞത് നടന്ന സംഭവമാ. നിങ്ങൾ തീക്കല്ലുകൊണ്ട് എന്നെ എറിയുന്നത് എന്ത്? അത് വളരെ ശക്തമായിട്ട് എൻ്റെ ശരീരത്തിൽ വന്ന് ഭവിക്കുകയാണ്, എനിക്കിവിടെ ഇരിപ്പാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ആ ദുഷ്ടാത്മാവ് വിട്ടുപോയെങ്കിൽ ആരാധനയുടെ മധ്യത്തിൽ വിടുതൽ നടക്കുമെന്ന് പറയുന്നത് അത് അക്ഷരം പ്രതി ശരിയാണ്. വാഹനം ഓടിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞുകൊണ്ട് ഓടിര. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ അതേ സിനിമാ പാട്ടും മറ്റതും കേട്ടുകൊണ്ടല്ല, അത് അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ട് അടുക്കളയിൽ അതേ ആഹാരം പാകം ചെയ്യുക. നാം നടക്കുന്നിടത്തെല്ലാം ഒരു അതേ ആത്മനിറവിന്റെ നടപ്പ് നമുക്ക് നടപ്പാൻ ഇടയാകട്ടെ. അങ്ങനെയാണെങ്കിൽ ദുഷ്ടശക്തികൾ നമ്മുടെ അടുക്കൽ വരുവാൻ ഇടയാകയില്ല. ഈ പൈശാചിക ശക്തി ഈ സ്ത്രീയിൽ നിന്ന് പുറപ്പെട്ടു പോയി. ഏതാണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചു വന്നു. ഈ ദൈവദാസൻ ചോദിച്ചു, നീ എന്തിനാ തിരിച്ചു വന്നേ? എന്നോട് പറഞ്ഞ എന്താ അറിയാ, ഞാൻ നിന്റെ വീട്ടിൽ പോയിട്ട് വരികയാണ്. ആരുടെ വീട്ടിലാ? ഈ ദൈവദാസന്റെ വീട്ടിൽ പോയിട്ട് വരുന്നതൊക്കെയാണ്. എന്നിട്ട് എന്താ തിരിച്ചു വന്നതെന്ന് ചോദിച്ചോ പറഞ്ഞു, നിന്റെ ഭാര്യയുടെ ശരീരത്തിൽ കയറാനായിട്ടാണ് ഞാൻ പോയത്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല, അവള് ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഈ കണക്കിന് വല്ല മൊബൈലും കണ്ടുകൊണ്ടിരുന്നായിരുന്നു എന്തോ ആയിരുന്നു എന്നെ ഗതി. ചിന്തിക്കുന്നുണ്ടോ? സീരിയസ് ആ ദൈവ പൈതലേ. ഒരു അദൃശ്യ ശക്തിയുടെ വ്യാപാരം എപ്പോഴും അലർന്ന സിംഹം പോലെ
ആരെ വിഴുങ്ങേണ്ടു എന്ന് അറിഞ്ഞു ചുറ്റി നടക്കുകയാണ്. എന്നാൽ നമ്മെ വിടുവിക്കുന്ന ഒരു ശക്തിയുടെ വ്യാപാരമുണ്ട്. അത് ആത്മശക്തിയുടെ വ്യാപാരമാണ്. അത് യേശുവിന്റെ രക്തത്തിന്റെ അതേ തളിപ്പ്, അതിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. നമുക്ക് എപ്പോഴും ഒരു ആത്മ ഫെലോഷിപ്പിൽ, ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ, ഒരു ആരാധനാ മനോഭാവത്തോടുകൂടി എവിടെ ആയിരുന്നാലും നാം ആയിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇതെല്ലാം കർത്താവ് കാണുന്നുണ്ട്. ഹല്ലേലൂയ. ആ ഭവനത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പൗലോസിനെ കണ്ടിട്ട് അനന്യാസിനോട് പറഞ്ഞു, ഒരുത്തൻ താണ്ട 3 ദിവസമായി വെള്ളം പോലും കുടിക്കാതെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, നീ അവന് മേൽ കൈയും വെച്ച് അവന് വിടുതൽ കൊടുക്കുക. നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും നമ്മെ അറിയുന്ന, നമ്മെ കാണുന്ന, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ശ്രദ്ധിക്കുന്ന, നമ്മുടെ ഉപവാസത്തെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാ ഞാനും നിങ്ങളുമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആരും അറിയുന്നില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം അറിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ബറയോനായ ശിമോനെ, ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തി തന്നത്, പിന്നെ ആരാണ്? സ്വർഗത്തിനായ എൻ്റെ പിതാവത്രേ. അടുത്ത ഭാഗമാണ്. ഹല്ലേലൂയ. 19 വാക്യം മുതൽ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ വായിച്ച കുറിവാക്യം നിങ്ങൾ മറക്കരുത്. അവൻ നമ്മെ ഇവിടെ ആരായിട്ട് വെച്ചിരിക്കുകയാണ്? രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി വെച്ചിരിക്കുകയാണ്. മലയാളത്തിൽ രാജ്യവും പുരോഹിതന്മാരും എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതിയിരിക്കുന്നത് രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി വെച്ചിരിക്കുകയാണ്. പൗരോഹിത്യ ശുശ്രൂഷ ആരാധനയോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ ദൈവമേ, രാജാവിന്റെ ശുശ്രൂഷ അധികാരത്തിന്റെ ശുശ്രൂഷയാണ്. പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ, രോഗമണ്ഡലങ്ങളുടെ മേൽ, എല്ലാ ദുഷ്ടവ്യാപാരങ്ങളുടെ മേലും അധികാരത്തിന്റെ ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ മേൽ ദൈവം അധികാരം തന്നിരിക്കുകയാണ്. ആമീൻ. ഹല്ലേലൂയ. ഞാൻ ഇവിടെ അഴിക്കുന്നത് സ്വർഗത്തിൽ തമ്പുരാൻ അഴിച്ചിരിക്കും. ഞാൻ ഇവിടെ കെട്ടുന്നത് സ്വർഗത്തിൽ തമ്പുരാൻ കെട്ടും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. നമ്മളാരും നിസ്സാരന്മാരല്ല കേട്ടോ. ഹല്ലേലൂയ. വി ഹാവ് ടു യൂസ്, നമ്മൾ ആ അധികാരം ഉപയോഗിക്കണം. ആ അധികാരത്തിന്റെ ശുശ്രൂഷകൾ നാം ചെയ്യണം. ആമേൻ. ഹല്ലേലൂയ. ഈ നമ്മുടെ കർത്താവ് നമുക്ക് നല്ല ഉദാഹരണമാണ്. കർത്താവിൻ്റെ അധികാരം. ഈ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ സ്വർഗത്തിലും ഭൂമിയിൽ നിന്ന് സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ഞാനാ നിങ്ങളെ അയക്കുന്നത്. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ യേശുവിൻ്റെ പക്കൽ ഈ അധികാരമൊക്കെ ഉണ്ടായിരുന്നേ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം എടുത്തൊന്ന് വായിച്ചാട്ടെ. ലൂക്കോസ് ചാപ്റ്റർ 10 വേഴ്സസ് 19. തേളുകളെയും പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഒന്നും നിങ്ങൾക്കൊരു ദോഷവും വരുത്തുകയില്ല. ഇത് ക്രൂശി മരിച്ചു ഉയർത്തെഴുന്നതിന് ശേഷമല്ല, തൻ്റെ പരസ്യ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ താൻ തൻ്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് താൻ അയക്കുമ്പോൾ അവർക്ക് കൊടുത്ത അധികാരത്തോടു കൂടിയാണ് കൊടുത്തു വിട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു സകല സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ചവൻ എനിക്കും നിങ്ങളുടെ മേലും അധികാരത്തെ തന്നിരിക്കുകയാണ്. അവൻ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി നമ്മളെ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെയും കുച്ചലിനേക്കാ അധികാരം, ചവിട്ടിക്കളയുവാനുള്ള അധികാരം. നമുക്ക് ആ കൂടെ പേടിയുള്ളത് ആരെയാ? ദൈവത്തെയാണോ? തോറ്റു തുന്നം പാടി ക്രൂശിൽ അവന്റെ തലയെ തകർത്ത്, അവനിപ്പോ തലയുമില്ല,
ഹല്ലേലൂയ. വാലിട്ടാട്ടിയാ നമ്മളെ പേടിപ്പിക്കുന്നതാ. അവനെ പേടിച്ച വിശ്വാസികളെല്ലാം നടക്കുന്ന പോരാട്ടം. അതിനെ നേരിടുവാനുള്ള അധികാരത്തോടു കൂടിയ തമ്പുരാൻ നമ്മെ ഇവിടെ വെച്ചിരിക്കുന്നത്. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? അല്ലെ, നിങ്ങൾ നിസ്സാരക്കാരല്ല ദൈവ പൈതലേ. സകല ബലത്തെയും തകർത്ത് കളയുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പഴയ നിയമ വിശ്വാസിയായ യോശുവയുടെ വിശ്വാസത്തെ ഞാൻ പലപ്പോഴും ഇങ്ങനെ അതിശയിച്ചു പോകാറുണ്ട്. യുദ്ധം ജയിക്കാൻ പണ്ട് കാലത്തെ നിയമമാണ്, സൂര്യൻ അസ്തമിച്ച പിന്നെ യുദ്ധം ചെയ്യാൻ പാടില്ല. അപ്പൊ സൂര്യൻ അസ്തമിക്കരുത്, യുദ്ധം ജയിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? സൂര്യ നീ ഗിബയോനിലും, ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്ക. ഒറ്റ വാക്ക്. ഹല്ലേലൂയ. യുദ്ധം ജയിക്കുന്നത് വരെ ഇത് രണ്ടും അനങ്ങിയില്ല. ദൈവവൈതലേ, ആ പഴയ നിയമ വിശുദ്ധന് ഇത്രമാത്രം വിശ്വാസവും ആ അധികാരം അവൻ ഉപയോഗിച്ചുവെങ്കിൽ പുതിയ നിയമ വിശ്വാസിയെ നിനക്ക് അധികാരം തന്നിരിക്കുകയാണ്. ആമേൻ. ആ പവർ നാം യൂസ് ചെയ്യുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. യേശു കാറ്റിനെയും കടലിനെയും ശാസിച്ചു, അല്ലേ? തൻ്റെ ശിഷ്യന്മാർക്ക് കുഴഞ്ഞ് അക്കരെ എത്തുവാൻ പറ്റാത്ത വിധത്തിൽ കുഴഞ്ഞു. അവർ നിലവിളിച്ചു, യേശുവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ആ യേശു ഇതിനെ ശാസിച്ചു, അതിനെ അടങ്ങാൻ പറഞ്ഞു. എന്നിട്ട് അവരോട് പറഞ്ഞ കാര്യം എന്താ അറിയാ? നിങ്ങൾ ഇത്ര ഭീരുക്കളാകാൻ എന്താ നിങ്ങൾക്കിപ്പോഴും? ബാക്കി പറഞ്ഞാട്ടെ, നിങ്ങൾക്കിപ്പോഴും. അപ്പൊ ഭീരുക്കളാകുന്നതിന്റെ പ്രധാന കാരണം എന്താ? വിശ്വാസമില്ലായ്മയാ. പനി വന്നാല്, ഇവിടെ ഒരു വേദന വന്നാല്, ഇവിടെ ഒരു തലവേദന വന്നാല് പിന്നെ ഭയമാ. ഭീരുക്കൾ. എന്താ ഭീരുക്കൾ? വിശ്വാസമില്ലായ്മ. ദൈവവൈതലേ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, എൻ്റെ നിങ്ങളുടെയും വേല തികയ്ക്കുന്നത് വരെ എനിക്ക് നിങ്ങൾക്കും തന്നിരിക്കുന്ന ശുശ്രൂഷകൾ തീരുന്നത് വരെ ഈ ലോകത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ മാറ്റിക്കളയുവാൻ കഴിയുകയില്ല. അതെ, അവന്റെ വാഗ്ദത്തമാണ്. ആമേൻ, ഹല്ലേലൂയ. ഒരു പൈശാചിക ബന്ധനത്തിനും, ഒരു ദുഷ്ടപിശാചിനും, ഒരു രോഗത്തിനും ഈ ലോകത്തിൽ നിന്ന് എന്നെ മാറ്റിക്കളയുവാൻ കഴിയുകയില്ല. എന്റെ ശുശ്രൂഷ തീർന്നേ ഞാൻ ഇവിടെ നിന്ന് പോകുകയുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. വിശ്വാസത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ പേരെന്താ, നമ്മുടെ പേരെന്താ, നമ്മളൊക്കെ എന്താ ചോദിക്കുമ്പോൾ ചെയ്യും, വിശ്വാസിയാന്നോ? ചോദിക്കുന്ന ആൾക്ക് വിശ്വാസമില്ല. പ്രൈസലോ. നമ്മുടെ സഹോദരിമാർ ഈ കാതയിലും കയ്യിലും എല്ലാം ഊരിക്കളഞ്ഞ് വെള്ള ഉടുപ്പ് ഇട്ടുകൊണ്ട് നടക്കുക. എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ ബോംബെ വെച്ചാ വില്ലപ്പാളിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു രണ്ട് അമ്മച്ചിമാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് CPM അമ്മച്ചിയായിരിക്കുന്നു. അങ്ങോട്ട് ചെന്നപ്പോഴാണ് പറഞ്ഞത്, അവര് എന്താ വേറൊരെണ്ണം ഉണ്ടല്ലോ, ബ്രഹ്മകുമാരികളാ. അവരും ഇതെല്ലാം ഇല്ലാതെ നടക്കുക. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വേഷം കണ്ടൊന്നും ആരെയും വിശ്വാസി എന്ന് പറയരുത്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഒറ്റ പെമ്പിള്ളേർ മലയിടത്തില്ല, വളയിടത്തില്ല, കമ്മലും ഇടത്തില്ല, പൊട്ടും തൊടത്തില്ല. എല്ലാം ഇങ്ങനെ നടക്കുന്നത്. നമുക്ക് തോന്നുന്നു എല്ലാം ബന്ധുക്കോസുകാരാണെന്ന്. ഇപ്പൊ അതാ ഇപ്പൊ ഫാഷൻ. ഫാഷനല്ല, പേടിച്ചാ പറിച്ചോണ്ടങ്ങ് പോവേ. അതുകൊണ്ട് ആളിനെ ഒന്നും കണ്ട് താടി വളർത്തിയതോ മീശ വളർത്തിയതോ വെള്ളയുടുപ്പോ കണ്ടാലൊന്നും വിശ്വാസിയാണെന്ന് തിരിച്ചറിയാൻ ഒക്കത്തില്ല. ദൈവപൈതലേ, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ഒരു പ്രശ്നത്തിന്റെ മുൻപിൽ, ഒരു പ്രതികൂലത്തിന്റെ മുൻപിൽ, ഒരു രോഗത്തിന്റെ മുൻപിൽ ഞാൻ നിങ്ങളെ എങ്ങനെ അതിനെ പ്രതിനിധീകരിക്കുന്നു, എങ്ങനെ അതിനെ നേരിടുന്നു എന്നുള്ളതാണ് അത് ഞാൻ വിശ്വാസിയാണോ അല്ലയോ എന്ന് തെളിയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഈ അധികാരം നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം മുതലാ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യേശു തനിക്ക് ബോധിച്ചവരെ തൻ്റെ അരികിൽ വിളിച്ചു. അങ്ങനെ 12 ശിഷ്യന്മാരെ വിളിച്ചു. എന്നിട്ട് അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയക്കേണ്ടതിനും ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ടതിനും 12 വരെ നിയമിച്ചു. Jesus has appointed 12 disciples. എന്തിനു വേണ്ടിയാണ്? തന്നോട് കൂടെ ഇരിപ്പാൻ, പ്രസംഗിക്കേണ്ടതിന് അയക്കാൻ,
ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ട്. അപ്പോൾ ഈ അധികാരം നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും നാം ആരുടെ കൂടെ ഇരിക്കണം? കർത്താവിനോടുകൂടെ ഇരിക്കുന്നവരെ അയക്കുന്നത്. കർത്താവിനോടുകൂടെ ഇരിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ ഫെലോഷിപ്പ് യേശുവിനോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മെ കർത്താവ് അയക്കും. അയക്കുമ്പോൾ അധികാരത്തോടു കൂടി അയക്കുന്നത്. എന്തിന്റെ മേലുള്ള അധികാരം? തമാമ്പുകളെയും തേളുകളെയും ദുഷ്ടന്റെ സകല ബലത്തെയും ചവിട്ടി മെതിച്ച് അതിന്മേൽ ജയമെടുപ്പാനുള്ള അധികാരത്തോടു കൂടി കർത്താവ് നമ്മെ അയക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവവേദനയിലെ കർത്താവുമായിട്ടുള്ള ബന്ധം ഈ 2025 കഴിഞ്ഞ നാളുകളേക്കാൾ ഒന്നുകൂടെ അത് അടുത്ത ബന്ധമായി തീരുവാൻ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫെലോഷിപ്പ് യേശുവുമായിട്ട് നമുക്ക് ഉണ്ടാകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആമീൻ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിൽ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് വായിക്കുന്നുണ്ട്. സ്കേവ എന്ന് പറയുന്ന ഒരു പുരോഹിതന്റെ മക്കളെ കുറിച്ചാണ് പറയുന്നത്. പൗലോസ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് കണ്ടിട്ട് എവരും പോയി എന്ത് ചെയ്തു? ഒരു ഭൂതഗ്രസ്തന്റെ അടുക്കൽ ചെന്ന് ശുശ്രൂഷ അങ്ങ് തുടങ്ങി. അപ്പൊ ഭൂതം അവരുടെ മേൽ ചാടി വീണിട്ട്, കാര്യം അറിയാമല്ലോ, പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ആരെയൊക്കെ അറിയാം? യേശുവിനെ അറിയാം, പൗലോസിനെയും പരിചയമുണ്ട്, പക്ഷെ നീ ആരാടാ? ഹല്ലേലൂയ. എടുത്തു ചാടി. ഹല്ലേലൂയ. ഞാൻ ഈ പ്രസംഗിച്ച കേട്ട് യേശുവുമായിട്ട് അടുത്ത ബന്ധമൊന്നുമില്ലെങ്കിൽ കയറി ചെന്നൊന്നും പറഞ്ഞു കളയരുത്. വലിച്ചു കീറി ഉപദ്രവിച്ച് നഗ്നരാക്കി അവരെ ഓടിപ്പിച്ചെന്നാ പറയുന്നത്. ദൈവത്തിലെ നമുക്ക് മേക്ക് ഷുവർ യു ഹാവ് ദ റൈറ്റ് ഫെലോഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. യേശുവുമായിട്ടുള്ള അടുത്ത ബന്ധം നമുക്കുണ്ടോ എന്ന് ശോധന ചെയ്തിട്ട് വേണം ആ അധികാരത്തിന്റെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് കടക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ സമയം 5 മിനിറ്റ് കൂടെ ഉണ്ടോ അല്ലേ പാസ്റ്ററെ? ഓക്കെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ജഡ്ജസിൻ്റെ പുസ്തകത്തിൽ ഞാൻ സ്പീഡിൽ അങ്ങ് പോകുകയാണ്. കാരണം നമ്മൾ നമ്മുടെയൊക്കെ ചർച്ചിലാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും. ഇവിടെ നമുക്ക് എല്ലാം അറിയാം, റെൻറ്റിനൊക്കെയാണ് നമ്മൾ ഈ വീട് വാടക ഇതൊക്കെ എടുത്തിരിക്കുന്നതിന് ടൈമുണ്ട്. ഓരോ മണിക്കൂറിനും ഇതിന് പൈസ കൊടുക്കേണ്ടതാണ്. ഐ ആം വെരി മച്ച് അവെയർ ഓഫ് യുവർ സിറ്റുവേഷൻ. സോ ഞാൻ അത് മുന്നോട്ട് പോവുകയാണ്. ഈ ജഡ്ജസിൻ്റെ പുസ്തകത്തിലെ ഒരു വ്യക്തിയെ നമുക്ക് കാണാം. ബേസക് എന്ന് പറയുന്ന രാജ്യത്തെ ഒരു രാജാവ്. ആ രാജാവിൻ്റെ പേരാണ് അദോനി ബേസക്. യഹൂദയുടെ നേതൃത്വത്തിൽ കനാൻ നാട് പിടിക്കപ്പെടേണ്ടതിന് യുദ്ധത്തിനായിട്ട് പോയിരിക്കുമ്പോൾ ബേസക്കിൽ വെച്ച് യുദ്ധമുണ്ടായി. അവർ അദോനി ബേസിനെ കണ്ടു. അദോനി ബേസക്ക് ഓടിപ്പോയി. അവനെ ഓടിച്ചിട്ട് പിടിച്ചു. അദോനി ബേസിനെ ഓടിച്ചിട്ട് പിടിച്ചു. എന്നിട്ട് അവൻ്റെ കയ്യിലെയും കാലിലെയും പെരുവിരല് മുറിച്ചു കളഞ്ഞു. അവൻ പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. ഈ അദോനി ബേസക്ക് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. എൻ്റെ മേശക്കടിയിൽ 70 രാജാക്കന്മാര് കൈകാലുകളുടെ പെരുവിരലുകളെ മുറിച്ചു കളഞ്ഞ രാജാക്കന്മാര് ഈ അപ്പക്കഷണങ്ങൾ അഥവാ എച്ചിൽ കഷ്ണം തിന്ന് ജീവിക്കുക. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഇവരാരായിരുന്നു? രാജാക്കന്മാര്. ഇപ്പോൾ അവർ എങ്ങനെയായിരിക്കുന്നു? അദോനി ബേസക്ക് കൊടുക്കുന്ന എച്ചിൽ കഷ്ണം തിന്ന് ജീവിക്കുക. കാരണം ഇവരെ കൈയുടെ പെരുവിരലുമില്ല, കാലിൻ്റെ പെരുവിരലുമില്ല. കൈയുടെ പെരുവിരൽ എന്ന് പറഞ്ഞാൽ ഈ വിരലില്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ? ഒരു വാളെടുത്ത് യുദ്ധം ചെയ്യാൻ പറ്റുമോ? കാലിൻ്റെ തള്ളവിരലില്ല, പെരുവിരലില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റുമോ? യുദ്ധം ചെയ്യുവാൻ കഴിവില്ലാത്ത വിധത്തിൽ പിശാച് ആംബുഷ് ചെയ്ത അനേക രാജാക്കന്മാരായി തെരഞ്ഞെടുത്ത ദൈവമക്കളെ തകർത്തിട്ടിരിക്കുകയാണ്. പിശാച് കൊടുക്കുന്നത് വല്ലതും ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. ദിസ് റിസംബിൾസ് ദ കോണ്ടംപററി ക്രിസ്ത്യൻ. സമകാലീന വിശ്വാസികളെ അത് കാണിക്കുന്നതാ, പെന്തക്കോസുകാരെ അത് കാണിക്കുന്നതാ. ദൈവവൈതലേ നമുക്ക് മടങ്ങി വരാം. അദോനി ബേസക്കിനെ പിടിച്ച് അവനെയും ഇതേ രീതിയിലാക്കുന്ന യഹൂദ ആരാധിക്കുന്ന ജനത്തിന്റെ മുൻപിൽ അദോനി ബേസക്ക് തോറ്റുപോയെങ്കിൽ ദൈവവൈതലേ, രക്ഷത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലേ, നിന്റെ മുൻപിൽ അദോനി ബേസക്കിനെ ജയിപ്പാൻ കഴിയുകയില്ല. നീ അവനെ തകർത്തു കളയും.
ആമേൻ. നാം ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ പിശാചിന്റെ കരുണയിൽ ജീവിക്കുന്നവരല്ല. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒന്നുകൂടെ മുന്നോട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാനിവിടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നമുക്ക് തന്ന അധികാരം നാം യൂസ് ചെയ്യണം. പുൾപിറ്റിൽ നിന്ന് പാടാൻ മാത്രമല്ല അധികാരം. രോഗം വന്നാൽ കൈവച്ച് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ രോഗത്തെ സൗഖ്യമാക്കണം. നമ്മുടെ അധികാരം നാം യൂസ് ചെയ്യണം. നിങ്ങൾ ആരാണ്? രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. ആരാധന മാത്രമല്ല ദൈവവേദനയിലെ അധികാരത്തിന്റെ ശുശ്രൂഷ. എത്ര പേര് എന്നോട് കൂടെയുണ്ട്? ഹല്ലേലൂയ. ഒന്ന് കരമുയർത്തിയാട്ടെ. ഹല്ലേലൂയ. പുരോഹിതന്റെ ജോലി ആരാധനയോടുള്ള ബന്ധത്തിലാണെങ്കിൽ രാജാവിന്റെ ജോലി അധികാരത്തോടെ ഹല്ലേലൂയ ആ തന്ന അധികാരത്തെ അത് ഉപയോഗിച്ച് യേശുവിന്റെ നാമത്തെ ഉയർത്തുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ശുശ്രൂഷിക്കുന്നത് അത് വളരെ വിദ്യാഭ്യാസമില്ലാത്ത പഠിത്തമില്ലാത്ത ആളുകളുടെ ഇടയിലാണ്. ഒരു സ്ത്രീ, ഒരു സഹോദരി ആരാധനയ്ക്ക് വന്നു. തികച്ചും അത് പാവപ്പെട്ട, വിദ്യാഭ്യാസമില്ലാത്ത. ശുശ്രൂഷിക്കുന്ന സമയത്ത് പറഞ്ഞു, പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും അതിനെ ചവിട്ടിക്കളയുമ്പോൾ അധികാരമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കുമെന്ന്. അടുത്ത ആഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ ആ വലിയ വയലിലൂടെ വേണം നടന്നു വരാൻ. കിലോമീറ്ററുകൾ നടന്നാ വരുന്നത്. 2 പാമ്പുകൾ പിണഞ്ഞ് അതിന്റെ പത്തി ഉയർത്തി ഈ സ്ത്രീയുടെ മുൻപിലേക്ക് കടന്നു വന്നു. കഴിഞ്ഞ ആഴ്ചയിൽ പ്രസംഗിച്ച ദൈവദാസന്റെ പ്രസംഗം തന്നെ മനസ്സിലേക്ക് ഓടി വന്നു. സകലത്തിന്റെ മേലും യേശുവിന്റെ നാമത്തിൽ എനിക്ക് അധികാരം തന്നിരിക്കുക. ആ സ്ത്രീ വിരൽ ചൂണ്ടി പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, യേശു മസീഹ് के नाम में मैं आज्ञा देता हूं, निकल जाओ मेरे रास्ते से. എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോക. ദൈവവേല സംഭവിച്ചത്. ആ സ്ത്രീ വന്ന് സാക്ഷ്യം പറഞ്ഞ എങ്ങനെയാണ്? 2 പത്തി താഴ്ത്തി 2 സൈഡിലേക്ക് പോയി. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും. വിശ്വസിക്കുന്നവരാൽ ഇത് സംഭവിക്കും. വിശ്വസിക്കുന്നവരാൽ ഇതൊക്കെ സംഭവിക്കും. ഓ, ഏറ്റെടുത്ത് കടന്നു പോക. ദൈവത്തിന്റെ വലിയ ശക്തിയുടെ വ്യാപാരം നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളൊരു ഒരു ഒരു ഇത് കണ്ടിട്ടുണ്ടോ? ഒരു 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 ഡോക്യുമെന്ററി. ഒരു കരടിക്കുട്ടി ഒരു 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 സിംഹം അല്ല, ഒരു പുലി ഇതിനെ വേട്ടയാടാൻ പോകുന്നത്. കരടി, അത് ഈ ഡിസ്കവറി ചാനലിലൊക്കെ കാണിക്കുന്ന ഒരു നടന്ന സംഭവമാണ്. ആ കരടിക്കുട്ടി ഒരു തടിയുടെ കഷണത്തിൽ പിടിച്ച് നദിയിലൂടെ വെള്ളത്തിലൂടെ കയറി ആ തടി ഒരു കരയിൽ അടഞ്ഞു. അവിടെ നിന്ന് അപ്പോഴത്തെ മറ്റേ സിംഹം ഓടി വന്നു. ആ പുലി ഓടി വന്നതിനെ പിടിക്കാനായിട്ട് ഇത് വല്ല വിധേനെ കരയ്ക്ക് കയറി ഇങ്ങനെ അലറുകയാ. അപ്പോൾ ഈ സിംഹം പുറകോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ ഈ കരടിക്കുട്ടിക്ക് തോന്നി, എടോ എന്തോ സംഭവമുണ്ട്. കൂടുതൽ ഉച്ചത്തിൽ അലറാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അവനങ്ങ് ഓടിപ്പോയതിന് ശേഷം പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലായി അമ്മക്കരടി പുറകിൽ നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മറ്റവൻ ഓടിപ്പോയത്. ഹല്ലേലൂയ. നിങ്ങളുടെ ആജ്ഞ, നിങ്ങൾ യേശുവിന്റെ നാമം കൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഹല്ലേലൂയ സാമർഥ്യമല്ല, അതിന്റെ പുറകിൽ സർവശക്തനായ അധികാരമുള്ള യേശുവിന്റെ സാന്നിധ്യം അവിടെ കടന്നു വരികയാണ്. എന്നെ കണ്ടുകൊണ്ടല്ല ഈ പിശാച് മാറിപ്പോകുന്നത്. എന്നെ കണ്ടുകൊണ്ടല്ല ഈ രോഗം സൗഖ്യമാകുന്നത്. എന്റെ കൂടെ എന്നോട് ചേർന്ന് നിൽക്കുന്ന യേശുവിന്റെ സാന്നിധ്യം. ആ സാന്നിധ്യത്താൽ ദൈവം നമ്മെ ഈ വരും ദിവസങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദൈവം ആ കർത്താവ് നിങ്ങളെല്ലാവരെയും മാനിക്കട്ടെ. അവസരം തന്ന കർത്താവിന്റെ ദാസനും സഭയ്ക്ക് നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ.